അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിർസത്ത് മോമിനിങ്ങളെ, ಇಂದು ನಿಗಳ ಮುನ್ನಲು ಪಲಕ ಬರೆಯೋಗು ನಾನು ಸೆಲೆಕ್ಟ್ ಆಗಿ ಎನ್ಕತ್ತ ವಿಷಯ ಹದ್ದಾಂದು ರಾತಿವಾയിട്ടിക്കട്. ഞങ്ങൾ എല്ലാ ആൾമാരും ഈ ഒരു പേര് കേട്ടങ്ങായിട്ടിക്കാർ. ഹദ്ദാദ് എന്നുള്ളത് അതാർക്കും പരിചയം ഇല്ലാത്ത ഒരു പേരല്ല, എല്ലാവർക്കും പരിചയമുണ്ട്. പക്ഷേ എത്ര ആൾമാർ ഹദ്ദാദ് നാൽക്കും ചൊന്നോണ്ടുള്ളാറുള്ളതായിട്ടിക്ക് മാറ്റർ. എത്ര ആൾമാർ ചമ്മ ആൾമാർക്ക് ഹദ്ദാദ് ചൊല്ലുക അവകാശം ഇന്നിട്ടും ചൊല്ലാണ്ട് പോണ്ടാറ്. ഇഷാ നിസ്കാരം കഴിഞ്ഞിട്ടായിട്ടിക്കട് ഞങ്ങളുടെ റായത്തിൽ പള്ളിയിലെല്ലാം ഹദ്ദാദിക്കറ്. പക്ഷേ ഇഷാ നിസ്കാരത്തേക്ക് വന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വാല കഴിഞ്ഞിട്ട് എണിച്ചിട്ട് പോണ്ടാറ് ഹദ്ദാദ് ദിക്കില്ല. എന്താ ചൊന്നുക ഹദ്ദാദ് എന്തൊരു എത്ര വാല്യൂ എന്തിനായിട്ട് ഗൊന്തില്ലാത്തതൊരു പേരിലായിട്ടിക്കറ് ചമ്മാൾമാർ ഹദ്ദാദിനും ചൊല്ലാണ്ടായി പോയത്. പിർസത്തെ മോമിനിങ്ങളെ ഹദ്ദാദ് വലിയ മഹത്വം ഉണ്ട് ഞങ്ങൾ അറിയണം. ഇന്ന് ഞാൻ പലക്ക് പറയുക ഉദ്ദേശിക്കുന്ന വിഷയം അതെ, ആറ് ഹദ്ദാദ് ആക്കിയത് എങ്ങനെ ഹദ്ദാദര മൂല എന്തൊരു ഇത് ചൊന്നെങ്കിൽ എന്തൊരു ഉപകാരമുണ്ടു, ചൊന്നില്ലെങ്കിൽ എന്തൊരു നഷ്ടമുണ്ടു, അതായിട്ട് ഇന്നത്തെ വിഷയ. ಇದರ ವಿಷಯത്തെ അതെ ബിദ് എത്ര ഹദ്ദാദ് തീരാൻ ചൊല്ലാറ്. എന്തേ കാരണം ഇങ്ങനത്തെ ഒരു ഇൻഫോർമേഷൻ, അതായത് ഒരു ബേസിക് ഇൻഫോർമേഷൻ ചമ്മ ഡീപ്പായിട്ട് ഞാൻ ചർച്ചാക്കില്ല, ഒരു ബേസിക് ഇൻഫോർമേഷൻ ആയിട്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ തറക ഉദ്ദേശിക്കുന്നത്. അള്ളാഹു താല നിങ്ങൾക്ക് ഹദ്ദാദ് ചൊല്ലുക തൗഫീഖ് തരട്ടെ. പിർസത്തെ മോമിനിങ്ങളെ, ബഹുമാനപ്പെട്ട ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ആയിട്ട് ഹദ്ദാദ് രചിച്ചത്. ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ചൊന്ന ചില്ലറ വിഷയം എന്തല്ല, അത് വലിയൊരു മഹാനായിട്ടിക്കട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ എത്രമാ ഗ്രന്ഥ രചിച്ച്, അതുപോലെ ഫിഖ്ഹ് വിഷയത്തിലും, അതുപോലെ തസവൂഫ് സൂഫി അള്ളാഹുവിനെ നിറച്ചിട്ടുള്ള ഒരു ജീവിതം, അങ്ങനത്തെ സൂഫിയാക്കളുടെ വിഷയത്തിലുള്ള ഭയങ്കര വലിയ കിതാബിൽ ജനിക്കത്ത ഒരു മഹാനായിട്ടിക്കട്. ആ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്ത് ഹദ്ദാദ് റളിയല്ലാഹു അൻഹു യമൻ്റെ ഹദർമൗത്തിൽ ഒരാളായിട്ടിക്കട്. യമൻ്റെ ഹദർമൗത്ത് ചെന്നെങ്കിൽ വലിയ ബറക്കത്തുള്ള എല്ലാ മഹാന്മാർ വലിയ സ്ഥാനം കൊടുത്തെനിക്കത്ത ഒരു റായായിട്ടിക്കട് യമൻ്റെ ഹദർമൗത്തുണ്ടുള്ളത്. യമനും ചൊന്നെങ്കിൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി യമനിന വഫി ഷാമിന, യമനിൽ നീ ബറക്കത്താക്കട് ചൊന്ന അള്ളാൻ്റെ റസൂൽ ദുആർന്നത്. അപ്പോൾ തങ്ങൾ ദുആർന്നെങ്കിൽ അത്ര ബറക്കത്ത് എന്തായാലും ആ റായത്ത് കാണണേ അല്ലേ. അങ്ങനത്തെ ചമ്മ ഔലിയാക്കന്മാരെ അർവാഹ് റൂഹ് ഒരുമിച്ച് കൂട്ടാനിക്കത്ത ഒരു ജാഗായിട്ടിക്കൽ ഹദർമൗത്ത്. ആ ഹദർമൗത്തിലെ ഒരു മഹാനായിട്ടിക്കൽ ബഹുമാനപ്പെട്ട ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. ഹദ്ദാദ് വലിയ ഇൽമ, ഭയങ്കര വലിയ പാണ്ഡിത്യത്തെ ഒരാളായിട്ടിക്കൽ. ആ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരിൽ 150ഓളം, എത്ര 150 ഔലിയാക്കന്മാർ എന്നാർ. വലിയ വലിയ സ്ഥാനത്തിലെത്തി എനിക്കത്തെ ഔലിയാക്കന്മാർ ആര് ശിഷ്യ ബഹുമാനപ്പെട്ട ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരിലുള്ളാറ്. അപ്പോൾ ആ മഹാൻ്റെ ഒരു അവസ്ഥ എന്തരായിട്ടിക്കോ ഞങ്ങൾ ഒന്ന് ആലോചനാക്കി നോക്കണം. അള്ളാഹു തആല അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. പിർസത്തെ മോമിനിങ്ങളെ, ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്ത് വലിയ ബറക്കത്തുള്ള എനിക്ക് ചന്ത ദീനെല്ലാം നടന്നുകൊണ്ടുള്ള എനിക്കത്തെ ഒരു ടൈമുള്ളൂ. ഈ ഷിയാക്കളെ ഒരു ഉപദ്രവാരി ജോറായി തുടങ്ങിയിട്ട് ചെന്നെങ്കിൽ ഷിയ അങ്ങനെ ആശയ ആദർശമുള്ള വേറെ അങ്ങ് വന്നിട്ട് ഈ മുസ്ലിമീങ്ങളായ സുന്നികളായ ആൾമാർ ഈമാൻ്റെ വസ്വാസാക്കുവാനായിട്ട് പണിയെടുക്കുമല്ലോ തുടങ്ങിയിട്ട് ഇങ്ങനെ വന്നപ്പോൾ ആ കാലഘട്ടത്തിലുള്ള മനുഷ്യന്മാർ ഈമാൻ രക്ഷപ്പെടുത്തുവാനായിട്ട് ബഹുമാനപ്പെട്ട ഹദ്ദാദ് ശിഷ്യന്മാരെല്ലാം വന്നിട്ട് ഹദ്ദാദ് തങ്ങട്ട ചൊന്നാറ് ഞങ്ങളുടെ റായത്തിൽ ഷിയാക്കളെ ഉപദ്ര ഏരിയുണ്ടുണ്ടു, അതുകൊണ്ട് അങ്ങനെ ആ പ്രസ്ഥാനത്തിൽ പെടാണ്ട് ഞങ്ങളെ ആൾമാരെല്ലാം ഹക്കായ ദീനനുസരിച്ചിട്ട് അങ്ങനൊന്ന് പ്രൊട്ടക്ഷൻ ആക്കുവാനായിട്ട് ഞങ്ങൾക്ക് ആത്മീയമായിട്ട് എന്തെങ്കിലും ഒന്ന് ആക്കണല്ലേ ചൊന്നപ്പോൾ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചതായിട്ടിക്കട് ഹദ്ദാദ് റാത്തി തുടങ്ങുന്നുണ്ടുള്ളത്. അങ്ങനെ ഹദ്ദാദ് മനസ്സിൽ വന്ന പൊട്രാസംഗം തുടങ്ങിയതല്ല. ഈ ഹദ്ദാദ് എവിടുത്തെ ആക്കിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിൽ ഓരോ മഹത്വം കൊടുത്ത് ചൊന്നണക്കത്തെ ഓരോ ദിക്റുകൾ അതെല്ലാം കൂട്ടിട്ടായിട്ടിക്കട് ഹദീസ് ഖുർആനെല്ലാം നോക്കിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ചമ്മ ടൈം എടുത്തിട്ട് ഹദ്ദാദ് പൂർത്തിയാക്കിയിട്ട് അങ്ങനെ ചൊന്നണക്കത്തെ ദിക്റുകളായിട്ടിക്കറ് ഞങ്ങൾ ഹദ്ദാദിൽ ചൊന്നുകൊണ്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തുടങ്ങിയിട്ട് അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖത്തായ അഞ്ചുള്ളത് അതായിട്ടിക്കറ് അവിടുത്തോളം. അത് കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ കൊരിയ ഫാത്തിഹ, പിന്നെ ദുആ. ഹദ്ദാദിൽ ഇപ്പോൾ എന്തൊരു ഉള്ളേന്ന് കേട്ടെങ്കിൽ അത്രമേ ഫാത്തിഹ കൊണ്ട് തുടങ്ങുക, സൂറത്തുൽ ബഖറ സ്റ്റാർട്ടിങ്ങിൽ കൊരിയ ആയത്ത് നിങ്ങൾ ഓതുക, പിന്നെ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പടിപ്പാട്ടി തന്നെ ഹദീസിലുള്ള എനിക്കത്തെ ദിക്റുങ്ങ അതായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതെല്ലാം ഇപ്പോൾ ഞാൻ ചൊന്നതുപോലെ അങ്ങനെ ചൊന്നിട്ട് ഒരു 50 ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ ഖുൽ ഹുവല്ലാഹു അതെല്ലാം ഓതുക, പിന്നെ ഒരു 4 ഫാത്തിഹ ഓതിട്ട് ഒരു ദുആ ഇതായിട്ടിക്കറ് ഉള്ളേ.
ഒന്നല്ലേ. അപ്പോൾ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് ഹദീസ് ഖുർആനെല്ലാം നോക്കി ഒപ്പിയെടുത്തിട്ട് രചിച്ചിട്ട് ആൽമാരെ ഈമാൻ സലാമത്താക്കുവാനായിട്ട് ആക്കിയെനിക്കത്തെ ഒരു റാത്തീവായിട്ട് ഹദ്ദാദ് ഭയങ്കര വലിയ മഹത്വമുണ്ട്. ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഈ ഹദ്ദാദ് ഉണ്ടാക്കിയപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവ് കണ്ടെത്ത് തങ്ങ വന്നിട്ട് ചൊന്നു, ഓ അബ്ദുള്ള നീ ഭയങ്കര ഒരു നല്ലൊരു റാത്തീവാക്കിയല്ലേ ഹദ്ദാദ് എന്നൊക്കെ കണ്ടിട്ട് ഭാര്യ കൊസിയായിട്ടുണ്ട്. ഹബീബായ തങ്ങ കിനാവിൽ ചൊന്നിട്ട് ബഹുമാനപ്പെട്ട ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യന്മാർ കിതാബിൽ എഴുതി വെച്ചിറാറ്. അപ്പോൾ അത്രയും മഹത്വമുള്ള എനിക്കത്തെ ഒരു വിഷയമായിട്ട് ഹദ്ദാദ് ഉള്ളത്. അപ്പോൾ പിരിസത്തെ ഭൂമിനികളെ ഇശാ നിസ്കരിച്ചിട്ടായിട്ട് ഹദ്ദാദ് ചൊല്ലണായത് മാനിങ്ങളുള്ള പള്ളിയിൽ പണി ചൊല്ലാറ്. അതുപോലെ ചമ്മാൽമാർ തെക്കാണ്ട് പോണ്ടാറ് പെണ്ണിങ്ങ പള്ളിയിൽ പോണ്ടില്ല. അപ്പം അങ്ങ് എന്തൊരാക്കണു അങ്ങ് ഔത്തുൽ തെച്ചിട്ട് ചൊല്ലണു. ഹദ്ദാദുള്ള ഭാരി ഒരു വിഷയമായിട്ട് പിരിസത്തെ ഉമ്മമാരെ സഹോദരിമാരെ ഞങ്ങൾ ഹദ്ദാദ് ഇവിടെ കുത്തിയറാ. മഹാന്മാർ എല്ലാവരും ഹദ്ദാദരെ സപ്പോർട്ടാക്കിറാറ്. ഹദ്ദാദ് ഭാരി ഒരു നല്ല വിഷയ ഭയങ്കരമായ വിഷയമുണ്ടല്ലോ ചൊന്നിറാറ്. മഹാന്മാർ ഇത് കണ്ടിട്ട് ഈ ഹദ്ദാദ് കണ്ടിട്ട് ഓതിട്ട് പിന്നെ ചൊന്നാറ്. ഈ ഹദ്ദാദ് പതിവാക്കിയൊരാൾ എപ്പോഴും റൂഢിയാക്കി എപ്പോഴും ഹദ്ദാദ് ചൊല്ലുന്ന ഒരാളായിട്ട് ഇന്നെങ്കിൽ അയാൾക്ക് മെയിനായിട്ട് 3 വിഷയമായിട്ട് ലാഭ. ഒന്നാമത്തേത് അയാളെ ഫുഡിൽ ദാരിദ്ര്യം വന്നു പോകാലെ, ഫുഡിൻ്റെ വിഷയത്തിൽ കുറത്ത് വന്നു പോകാലെ അള്ളാഹു താല ടൈമുകായിട്ട് ഫുഡ് കൊടുക്കൊണ്ടുള്ളതായിട്ട്. രണ്ടാമത്തേത് ഹദ്ദാദ് ചൊല്ലുന്ന ഒരാൾക്ക് ബിദ്അത്തുള്ള മഹാസീക്ക് വൈറസ് അള്ളാഹു കാക്കട്ട് വലിയ അള്ളാഹുടെ ഭൂമിയിൽ വെച്ചിട്ട് എല്ലാത്തക്കാണ് വലിയ ഒരു രോഗം. അത് ബിദ്അത്തായിട്ട് ഒരാൾ സലഫി ആവുരണ്ടുള്ളതായിട്ട്, അല്ലെങ്കിൽ ഒരാൾ ജമാഅത്ത് ഇസ്ലാമി ആവുരണ്ടുള്ളതായിട്ട്, അല്ലെങ്കിൽ ഒരാൾ അഹ്ലെ ഹദീസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തബ്ലീഗ് ഇങ്ങനത്തെ പൊട്ടു നാത്ത ഇബ്ലീസിന്റെ പ്രസ്ഥാനം അതായിട്ട് എല്ലാത്തക്കാണ് വലിയ നാശ. അത് ഹദ്ദാദ് ചൊല്ലുന്ന ഒരാൾക്ക് ഈ ചൊല്ലുന്ന എനിക്കത്തെ ബിദ്അത്ത് ചൊല്ലുന്ന സീക്ക് പറയല്ലേ യഥാർത്ഥ മുസ്ലിമായിട്ട് നല്ല ഒരു സുന്നിയായിട്ട് ജീവിക്കൊണ്ടുള്ളതായിട്ട്. മൂന്നാമത്തെ ഒരു ലാഭം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹുസ്നുൽ ഖാത്തിമ, മരിക്കുമ്പോൾ ഈമാൻ കിട്ടിയിട്ട് മരിക്കുമ്പോൾ സാധ്യവരുണ്ടുള്ളതായിട്ട്. അത് ഹദ്ദാദ് ചൊല്ലുന്ന ആൾമാർക്കുള്ളൊരു സ്പെഷ്യാലിറ്റി ആയിട്ടിരിക്കുന്നത്. അങ്ങനെ ഹദ്ദാദ് ചൊല്ലുന്ന സ്വഭാവമുള്ള ഒരാൾ മരിക്കുമ്പോൾ ഈമാൻ കിട്ടിയിട്ടല്ലാണ്ട് മരിക്കല നല്ല മരണമായിരിക്കൂ. ഓടെ മൗത്തരെ കാത്തുകൊണ്ടുള്ള മരണമായിരിക്കൂ. അല്ലാഹു തആല നമുക്ക് തൊന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പിരിസത്തെ മൂമിനികൾ ഇതറാണ് വലിയ എന്തൊരു ഈ ലോകത്ത് കിട്ടുകൊണ്ടു. ഹദ്ദാദ് ചൊല്ലുക വേണായത് എത്ര കൊണ്ടുണ്ട്. ഞാനിപ്പോൾ പള്ളിയിൽ ചൊല്ലു ഹദ്ദാദ് കാലി 12 മിനിറ്റ് ഞങ്ങൾക്ക് വേണായ ഒരുവിധ ഫാസ്റ്റ് ഉണ്ടല്ല, ഒരുവിധ ഒരു സ്പീഡുണ്ടല്ല, സ്ലോ വല്ല ഒരു മീഡിയമിൽ ചൊല്ലെങ്കിൽ ഒരു 12 മിനിറ്റ്, സ്ലോ ചൊല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വേണം, ഫാസ്റ്റ് ആക്കണമെങ്കിൽ ഒരു 10 മിനിറ്റ് വേണ്ട, അത്ര ഒരു ഫാസ്റ്റ് വേണ്ട, ഒരു 12 മിനിറ്റ് 13 മിനിറ്റിൽ തീർക്കറ പോലെ നിങ്ങൾക്ക് ചൊല്ലാം. അപ്പോൾ ഒരു 24 ഗಂಟೆ ഉള്ളൂ. ആ ഗಂಟೆಗಳ കൂട്ടത്തിൽ ഒരു 13 മിനിറ്റ് ഹദ്ദാദ് വേണം. ചൊന്നം കിട്ടുന്ന ലാഭം ഈമാൻ കിട്ടി മരിക്കാണ്ടുള്ളതായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് പിരിസത്തെ മോമിനിങ്ങളെ ഞങ്ങൾ ചൊല്ലുക ഒരു തീരുമാനം എടുക്കണം. എല്ലാ ആൾമാർ ഇതിനെ നല്ലതേ ചൊന്നിറാറ് മഹാന്മാർ. ഈ ബിദ്അത്തുള്ള ആൾമാർ മാത്രം ഹദ്ദാദ് അത് തീരാ അതങ്ങനെ ഇങ്ങനെ ഉണ്ടാവും അല്ല. ഈ ബിദ്അത്തുള്ള ആൾമാർക്ക് തല ബുറുടേൻ ചൊന്നിട്ട് എന്തെങ്കിലും ഒന്നും ഒന്ന് ആലോചന ആക്കി നോക്കണം. ഹദ്ദാദിൽ ഇപ്പോൾ ചൊല്ലുന്നത് അത് ഔലിയാക്കന്മാരെ ദർഗത്തിൽ പോകുമ്പോൾ അത് അള്ളാഹു അല്ലാത്ത എന്നൊരാളുടെ വിളിച്ചില്ല അത് ഇത് ഉണ്ടല്ലോ ചൊന്നിട്ട് ഞങ്ങൾ മെല്ലശിരിക്കാറൊപ്പനാക്കാറ്. എന്തൊരു ഔലിയാക്കന്മാർ അവിടെ പോയിട്ട് ഞങ്ങൾ ദ്വാരക്കര് എന്തൊരു ഞങ്ങളെ തപസ്സിലാക്കിയിട്ട് ദ്വാരക്കര് അല്ലാഹൊട്ടമേ അതെന്ത് ഗൊന്തില്ലാണ്ട് അങ്ങനെ ചൊല്ലാറ്. ഓക്കെ, ഹദ്ദാദിൽ ഇപ്പോൾ വന്ന നഷ്ടം എന്തിന് ഒന്ന് ആലോചന ആക്കി നോക്കാം. ഫാത്തിഹ നങ്ങോദറ അതാ തീരാത്തത്. അതല്ല ഓദിത്ത് സൂറത്തുൽ ബഖറ ഫസ്റ്റത്തെ ഒരു ആയത്ത് ഓതറ അത് തീരില്ല അല്ല. അത് കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാത്തക്കാണ് വലിയ വലിയ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിട്ടിക്കരുത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടായിട്ടിക്കരുത് നിങ്ങൾ ദിക്റ് തുടങ്ങരുത്, അതാ തപ്പു. അതല്ല പിന്നെ നബി തങ്ങ ചൊന്ന ദിക്റ് ഞങ്ങൾ ചൊല്ലാണ്ടുള്ള അതാ തപ്പു. അതല്ല അത് കഴിഞ്ഞിട്ട് ഒരു 50 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാം. അതിനിടയിൽ കുറേ ഇസ്തിഗ്ഫാറുണ്ട്, അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ വറായ, അതുപോലെ അല്ലാഹുവെ വിളിക്കറ യാ ഖവിയു യാ മതീനു, അതുപോലെ യാ ദൽ ജലാലി വൽ ഇക്റാം, അതുപോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ്. ഇങ്ങനത്തെ ദിക്ർ ഇതിൽ എന്തിനാ നിങ്ങൾക്ക് തീരാത്ത ഒരു വലിയ ഒരു ബിദ്അത്തായിട്ട് നിങ്ങൾക്ക് കാണേണ്ട എന്തോ ഈ സലപ്പിനങ്ങളുടെ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ടിട്ട് എന്തിനുള്ളൂ അതെന്ത് ഗൊന്തില്ലാണ്ട് ഇത് കറക്റ്റായിട്ടും ചൊല്ലട്ടെ. ഫാത്തിഹ, ദിക്ർ, അതുപോലെ ഖുൽ ഹുവല്ലാഹു, അത് കഴിഞ്ഞിട്ട് ദുആ, അത് കഴിഞ്ഞിട്ട് ദുആ ലാസ്റ്റിൽ അള്ളാഹുവിനെ വിളിച്ചിട്ടുള്ള കൊറിയ വിഷയം ലാസ്റ്റ് സ്വലാത്ത്. ഇതിൽ എന്തിനാ നിങ്ങൾക്ക് ആവാത്ത ഒന്ന് ആലോചന ആക്കണോ? ഒട്ടാസി അത് ബിദ്അത്ത് ഇത് ചൊല്ലല്ല എന്തിനത് അതിൽ തീരാത്ത ഇതൊന്നും ഒന്ന് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ആക്കി തരണം.
എക്സ്പ്ലെയിൻ എന്ന് വെച്ചാൽ എന്തും ഇല്ല, വിവര ഇൽമു ചൊത്തി എന്തും ഇല്ലാത്ത ഒരു നാൽക്കാലി മിർഗത്തിന് സമാനമായ എനിക്കത്തെ ഒരു വിഭാഗമായിട്ട് വിധത്തിൽ ആൾമാർ ഹൈർ എന്തെല്ലാം ഉണ്ട് അതെന്തും ആകത്തില്ല. അതേ ടൈം നബിത്തങ്ങ ചൊന്നതും നബിത്തങ്ങ സപ്പോർട്ടാക്കാൻ നബിത്തങ്ങ ചൊന്നതുക്ക് വിരുദ്ധമായ കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ട് അതെല്ലാം ഇങ്ങാക്കിക്കൊണ്ടുള്ളാറ്. പെണ്ണുങ്ങളെ പള്ളിക്ക് കടത്തുന്നു ചെന്നിട്ട് ഏതെങ്കിലും ഒരു ഹദീസ് ഉണ്ടാകും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വഹാബി തൻ്റെ പെഞ്ഞായിമാരെ അല്ലെങ്കിൽ പെൺമക്കളെ പള്ളിക്ക് വിളിച്ചുകൊണ്ട് പോയിറാറാ ഇല്ല, ഹദീസിലെന്തും ഇല്ല. ഇങ്ങമ അതുപോലെ ഖുർആൻ കറക്റ്റ് സ്പഷ്ടമായിട്ട് നമുക്ക് ചൊന്ന തന്നെ തബറുജൽ ജാഹിലിയത്തിലൂല, ആ ജാഹിലിയ കാലഘട്ടത്തുള്ള പോലത്തെ ഒരവസ്ഥ അത് തീറാണ്ട് ഖുർആൻ അങ്ങ് ചൊന്നൊരു. അതുപോലെ മുത്തുനബി ചൊന്നൊരു ഉപയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന, പെണ്ണുങ്ങൾക്ക് അങ്ങനെ ആകായിട്ടിക്കറ് ഖൈറുണ്ടുള്ളത് അതിനെല്ലാം വിട്ടിട്ടു ഇങ്ങ പള്ളിക്ക് വിളിച്ചോണ്ട് പണ്ടാറ്. ഇങ്ങനത്തെല്ലാം അല്ല ബാൻഡാ ചൊന്ന എന്തെല്ലാം ഉണ്ട്, മുത്തറസൂലും തീരാ ചൊന്ന എന്തെല്ലാം ഉണ്ട് അതെല്ലാം ആക്കിയിട്ട് ആക്കുക സപ്പോർട്ടറാക്കിയതും ആക്കുക ചൊന്നതും ആക്കുക പടിപ്പാട്ടിയതുമായ കാര്യങ്ങളിൽ ബിദ്അത്ത് ശിർക്ക് കുഫ്ർ ചൊന്നിട്ട് ഇങ്ങനെ ആൾമാരെ ഈമാൻ്റെ വസ്വാസാക്കിയിട്ട് ഒരു ഖൈറും ആക്കില്ല. ഒരു കുതിര സ്വഭാവം, കുതിര അവസ്ഥ എന്തൊരു സ്വന്തം ഉറങ്ങില്ല വേറങ്ങൾ ഉറങ്ങും വിടില്ല, ഇതുപോലെ സ്വന്തം നല്ലാവില്ല വേറെ നല്ലാവുകയും വിടില്ല. ഇങ്ങനത്തെ ഒരു ഒരു നാന്ന് കെട്ട ഒരു നാൽക്കാലി മിർഗത്തെ കാണാൻ അതപ്പതിച്ചു പോയൊരു വിഭാഗമായിട്ട് ബിദ്അത്ത് ഞങ്ങളെല്ലാ ആൾമാരെ ആ അവസ്ഥ കാക്കണം. അപ്പം ബിദ്അത്ത് ആവാണ്ടിക്കും ഒരു മറന്നായിട്ട് ഹദ്ദാദ് ചൊല്ലാണ്ടുള്ളത്. പിരിസത്തെ മൂമിനിങ്ങളെ നല്ലതുപോലെ ഹദ്ദാദ് ചൊല്ലണം. ഗൊന്തില്ലാത്തങ്ങ ചമ്മ വീഡിയോ അല്ല എൻ്റെ ഹദ്ദാദിൻ്റെ വിഷയത്തിൽ ഹദ്ദാദ് ചൊല്ലതെല്ലാം ഉണ്ട്, അതെല്ലാം കേട്ടിട്ട് നല്ലതുപോലെ ചൊല്ലണം. ഹദ്ദാദ് ചൊല്ല ആൾമാർക്ക് അള്ളാഹു ചമ്മ ബറക്കത്തെ ജീവിതത്തിൽ കൊടുക്കൂ, ഈമാനോടെ മരിക്കുകയും സാധ്യമാവൂ. ഈ ഒരു ഫലക്കെ കേട്ടിട്ട് എല്ലാ ആൾമാരും ഞങ്ങളെ മക്കൾക്ക് ഇപ്പമേ ഹദ്ദാദിനെ ബക ചൊന്നിട്ട് കൊടുക്കണം. ഉമ്മമാർ ചൊന്നിട്ട് മക്ക ഹദ്ദാദ് ചൊല്ല പോലത്തെ ഒരു അവസ്ഥ നിങ്ങൾ നിർമ്മാണമാക്കണം. ആ നിലക്ക് നിങ്ങൾ മക്കളെ വളർത്തുന്നുണ്ടായെങ്കിൽ നാളെ നിങ്ങൾ മറിച്ചിട്ട് കബറിലിക്കുമ്പോൾ നിങ്ങളെ കബറോടെ വന്നിട്ട് നിങ്ങൾക്ക് വേണമായിട്ട് ഖുർആൻ ഓതിട്ട് അള്ളാഹുട്ട് ദുആർക്കറ മക്ക നിങ്ങൾ ഗിക്കോ ഇല്ലേ. നിങ്ങൾക്ക് ഇതെല്ലാം ഇപ്പമേ ഹദ്ദാദിന്റെ ബക എന്തു ജ്ഞാന കൊടുക്കാണ്ട് ഒട്രാസി ഞങ്ങൾ മക്കളെ വളർത്തുറാണ്ടായിത്തിന്നെങ്കിൽ നാളെ നിങ്ങൾ മറിച്ച് കബറിലിക്കുമ്പോൾ നിങ്ങളെ മോന് കുഫ്ർ ശിർക്ക് ഉണ്ടല്ലോ ചൊന്നിട്ട് ഒട്രാസിയുടെ താടിയും വെച്ചിട്ട് ഒട്രാസി ഒരു മുക്കാക്കാളുടെ പാൻറ്റും ഇട്ടിട്ട് ആഡ്ര പോലെ ഇങ്ങനെ ജീവിക്കുന്ന ഒരു അവസ്ഥ കണ്ടിട്ട് ഖബറിൽ നിങ്ങൾ ബേജാറാക്കണ അവസ്ഥ പറയൂ. അള്ളാഹു തആല കാത്ത് സലാമത്താക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.